കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 11, 29 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി, ഈ തലമുറ ദുഷിച്ച തലമുറയാണ്. ഇത് അടയാളം അന്വേഷിക്കുന്നു. എന്നാൽ യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ല. യോന നിനവേക്കാർക്ക് അടയാളമായിരുന്നതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും അടയാളമായിരിക്കും. ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിവസത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ സോളമൻ്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നു. എന്നാൽ ഇതാ, ഇവിടെ സോളമനേക്കാൾ വലിയവൻ. നിനവേ നിവാസികൾ വിധി ദിനത്തിൽ ഈ തലമുറയോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ട് അവർ പശ്ചാത്തപിച്ചു. എന്നാൽ ഇതാ, ഇവിടെ യോനായേക്കാൾ വലിയവൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വായനകളുടെ വെളിച്ചത്തിൽ നമുക്ക് ഈ നോമ്പുകാലം മുഴുവൻ നമ്മുടെ മനസ്സിലൂടെ കടത്തിക്കൊണ്ട് പോകേണ്ട, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അധ്വാനിച്ച് സമ്പാദിക്കേണ്ടതായിട്ടുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുക. ഇത് തപസ് തുടങ്ങിയപ്പോൾ മുതൽ ഇനി തീരുന്നിടം വരെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നതും ധ്യാനിക്കുന്നതും. ഒന്നാമത്തെ കാര്യം അനുതാപം, പശ്ചാത്താപം. ഇംഗ്ലീഷിൽ റിപ്പൻറ്റൻസ് എന്ന് പറയും. നിനവേ നിവാസികൾ പശ്ചാത്തപിച്ചതിനെക്കുറിച്ചും അതുകൊണ്ട് തന്നെ അവർ വിധി ദിവസം ഉയർത്തെഴുന്നേറ്റ് മറ്റ് ജനതയെ വിധിക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ വായിച്ചു കേട്ട ഒരു കാര്യമാണ്. ലൂക്കാ 3-ാം അധ്യായത്തിൽ സ്നാപക യോഹന്നാനും പ്രത്യേകം പഠിപ്പിച്ച ഒരു കാര്യമാണ്, നിങ്ങൾ പശ്ചാത്തപിച്ച് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കണം. പശ്ചാത്തപിക്കുമ്പോൾ ഈ പശ്ചാത്താപത്തിൻ്റെ, അനുതാപത്തിൻ്റെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കണം. ഇല്ലെങ്കിൽ ഈ മരം വെട്ടി തീയിലെറിയപ്പെടും. നമുക്ക് അനുദപിക്കാൻ കിട്ടിയ അവസരങ്ങൾ, അതാ ലൂക്കാ 13 വായിച്ചാലും, നിങ്ങൾ പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും നാശം വരാം. അത് വരാതിരിക്കാൻ, അത് ഒഴിവാക്കാൻ പശ്ചാത്തപിച്ച് അനുതാപത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു പദമാണ് മെറ്റനോയ, ഒരു ഗ്രീക്ക് പദം. ഞാൻ അതിൻ്റെ അർത്ഥം, എങ്ങനെയെങ്കിലും നമ്മൾ കുമ്പസാരിക്കുമ്പോൾ 2 തുള്ളി കണ്ണുനീര് വന്നാൽ പോരാ, വന്നാൽ തന്നെ ദൈവം അതിന് വലിയ പ്രതിഫലം തരും. ഇനി അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജീവിത പരിവർത്തനം, എ ടോട്ടൽ ചേഞ്ച് ഓഫ് ഹാർട്ട് ആൻഡ് മൈൻഡ്. അതാണ് മെറ്റനോയ. നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സമ്പൂർണമായൊരു മാറ്റം. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരണം വരെ അതിൻ്റേതായിട്ടുള്ള സൽഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കണ്ട് മുമ്പോട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം അതുകൊണ്ട് അനുതാപം അതൊരു കൃപയാണ്. എല്ലാ ആഴ്ചയിലും നമ്മൾ കുമ്പസാരിക്കാൻ പോയെന്ന് വിചാരിച്ച് അനുതാപികളൊന്നും ആകണമെന്നില്ല. ഇനി അതല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കൊന്ന് കരയുമൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ച് അനുതാപിയൊന്നും ആകണമെന്നില്ല. കൂടെ കാണുന്നവരോടെല്ലാം ഞാൻ പാപിയാണ് കേട്ടോ, ഞാൻ മഹാപാപിയാണ് കേട്ടോ എന്നെല്ലാം പറഞ്ഞ് നടക്കുന്നതുകൊണ്ട് ഞാൻ അനുതാപിയൊന്നും ആവണമെന്നില്ല. അനുതാപം എന്താണെന്ന് ദൈവത്തിൻ്റെ വചനം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ നമുക്ക് വേണ്ടി ചിന്തിക്കുന്നതും ജീവിക്കുന്നതും നിർത്തിയിട്ട് ദൈവത്തിന് വേണ്ടി ചിന്തിക്കാൻ, ദൈവത്തിന് വേണ്ടി സംസാരിക്കാൻ, ദൈവത്തിന് വേണ്ടി ജീവിക്കാനുള്ള ആ ഒരു പ്രയത്നം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമതൊരു കാര്യം, അതും ഇന്നത്തെ വായനകൾ നമ്മളെ പഠിപ്പിക്കുന്നതും നോമ്പുകാലം മുഴുവൻ നാം ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് റെക്കൺസിലിയേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. ശരിക്കും ഈ അനുതാപകാലത്ത് നടക്കേണ്ട ഒരു കാര്യമാണ് ദൈവവുമായിട്ട് രമ്യതയിലെത്തുക. അതുപോലെ തന്നെ സഹോദരങ്ങളുമായിട്ട് രമ്യതയിലെത്തുക. ഇതിനൊരു പരിശ്രമം നമ്മൾ നടത്താതെ, നമ്മൾ വേണമെങ്കിൽ വെള്ളം പോലും കുടിക്കാതെ ഇരുന്നെന്ന് വിചാരിച്ചും ദൈവം അതിന് വലിയ വിലയൊന്നും കൽപ്പിക്കാൻ പോകുന്നില്ല.
ഈ ഒരു കാര്യം ചെയ്യാതെ കണ്ടിരുന്നിട്ട് നിങ്ങൾ മുറ്റത്ത് കിടക്കണ ചരൽ വാരി ബെഡ്റൂമിലിട്ട് അതേ മുട്ട് കുത്തി മുട്ട് പൊട്ടിച്ചെന്ന് പറഞ്ഞാലും ദൈവം ഒരുപാട് മാർക്കൊന്നും അതിനിടാൻ പോകുന്നില്ല. കാരണം ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ രമ്യതയുടെ സുവിശേഷം കേൾക്കണം. നിങ്ങൾ 2 കൊറിന്തോസ് 5-ാം അധ്യായം അതിൻ്റെ 18ഉം 19ഉം വചനങ്ങൾ വായിച്ചാൽ പൗലോസ്ലീഹ കൃത്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് രമ്യതയുടെ സുവിശേഷം. ഇത് പ്രസംഗിക്കാനാണ് ദൈവം ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുമ്പോൾ അവിടെ നമുക്ക് ലഭിക്കുന്നത് രമ്യതയുടെ സുവിശേഷം. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ് യേശുക്രിസ്തു വഴി ദൈവം ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തി. 2 ബ്രാഞ്ചുകളാണ് ഇതിനുള്ളത്. ഒന്ന് ദൈവവുമായിട്ട് രമ്യതപ്പെടുക, രണ്ടാമത്തേത് ഇവിടെ സഹോദരങ്ങളുമായിട്ട് രമ്യതപ്പെടുക. ഏറ്റവും അടുത്ത സഹോദരൻ സഹോദരി ആരാണെന്ന് നമുക്കറിയാമല്ലോ. നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂടെ ജീവിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിത പങ്കാളിയായിട്ട് രമ്യതയിലല്ലേ രമ്യതപ്പെടണം. നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായിട്ട് ഒരുപക്ഷെ ഒരു ടോക്കിംഗ് ടൈം, സംസാരം പോലും ഇല്ലാത്ത അവസ്ഥ, രമ്യതപ്പെടണം. നിങ്ങളുടെ മാതാപിതാക്കളെ വേണ്ടതുപോലെ നിങ്ങൾ കരുതുന്ന മാനിക്കുന്ന വ്യക്തികളല്ലേ, അതിൽ തിരുത്തണം. അത് കഴിഞ്ഞിട്ട് ചരൽ വാരിയിട്ട് മുട്ടുകുത്തുവോ ഉപവാസം അനുഷ്ഠിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോ അതിന് ഫലമുണ്ടാവും. അപ്പം അതുകൊണ്ട് ഈ രമ്യതയുടെ സുവിശേഷം അത് എടുക്കാനും അത് കൊടുക്കാനും കടപ്പെട്ടിരിക്കുന്നവരാണ് ദൈവമക്കൾ എന്നത് നാം മറക്കരുത്. മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്. അതാണ് നമ്മൾ പ്രായശ്ചിത്ത പ്രവർത്തികൾ ചെയ്യുക. പെനൻസ്, ഡൂയിങ് പെനൻസ്, റിപ്പൻറ്റൻസ്, റെക്കൺസിലിയേഷൻ, പെനൻസ്. ഈ 3 കാര്യങ്ങളാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നോമ്പ് കാലത്ത്. അത് ഈ നോമ്പ് കാലത്ത് നമ്മൾ കേൾക്കുന്ന വചനഭാഗങ്ങളെല്ലാം ഈ 3 കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കാണുന്നുണ്ടല്ലോ, ജോഷുവ 7-ാം അധ്യായം വായിച്ചാൽ ആയി പട്ടണത്തിനെതിരെ യുദ്ധത്തിന് പോയിട്ട് ഇസ്രായേൽക്കാർക്ക് നാണംകെട്ട പരാജയം. ഇവർ ഈ ആയി പട്ടണക്കാരെ ആദ്യം ഒന്ന് നിരീക്ഷിച്ച് വിലയിരുത്തിയതാണ്. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ആയി പട്ടണക്കാർ അശക്തരാണ്. നമ്മളെല്ലാവരും കൂടെ പോയില്ലേ പോലും നമുക്ക് ഈസിയായിട്ട് ജയിക്കാം. അങ്ങനെ പറഞ്ഞു പോയതാണ്. ആ യുദ്ധത്തിൽ ഇസ്രായേൽക്കാർക്ക് നാണംകെട്ട പരാജയം. 36 പേര് മരിച്ചു പോവുകയും ചെയ്തു. ബാക്കിയുള്ളവർ പ്രാണരക്ഷാർത്ഥം അവിടുന്ന് ഓടി. ഇത് കേട്ടിട്ട് ജോഷുവ വസ്ത്രം കീറി മേത്ത് ചാരം വാരിയിട്ട് നിലത്ത് കിടന്ന് കരഞ്ഞ് ദൈവത്തോട് ചോദിക്കുക, വായ് എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ സംഭവിച്ചത്? മറുപടി കർത്താവ് പറഞ്ഞു. 11ഉം 12ഉം വചനങ്ങൾ വായിച്ചാൽ മതി. ജോഷുവ 7 അവിടെ പറഞ്ഞത് നിങ്ങളിൽ ഒരാൾ പാപം ചെയ്തു, അതുകൊണ്ടാണ് ശത്രുക്കളെ ചെറുത്ത് നിൽക്കാൻ നിങ്ങൾക്ക് പറ്റാതെ പോയത്. നമ്മുടെ മക്കളിൽ ഒരാൾ ചെയ്താൽ മതി, മാതാപിതാക്കളുടെ ഒരാൾ ചെയ്താൽ മതി, പൂർവികരിൽ ഒരാൾ ചെയ്താൽ മതി. ആ പാപത്തിന് പരിഹാരം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ കെടുതി മാറത്തില്ല. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഇവരല്ല തെറ്റ് ചെയ്തത്, നിങ്ങളിൽ ഒരാൾ തെറ്റ് ചെയ്തു. അതുകൊണ്ട് അതിന് പരിഹാരം ചെയ്യാൻ പറഞ്ഞു. ആ പരിഹാര പ്രവൃത്തി കഴിഞ്ഞിട്ട് ആയി പട്ടണത്തിനെതിരെ അവർ യുദ്ധത്തിന് പോയി. വളരെ എളുപ്പത്തിൽ ആ യുദ്ധത്തിൽ ജയിച്ചു വരുന്നത് കാണാൻ പറ്റും. നമ്മുടെ പാപം പിടിയാതെ, പാപത്തിന് പരിഹാരം ചെയ്യാതെ, ഇവിടെ കുടുംബാംഗങ്ങളുടെ ആയിരിക്കാം, പൂർവികരുടെ ആയിരിക്കാം, അതിന് പരിഹാരം ചെയ്യാതെ കണ്ട് പ്രാർത്ഥനയുടെ നീളം കൂട്ടിയാലും ഉപവാസത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചാലും ചിലപ്പോൾ ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യമാകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് പാപത്തിന് പരിഹാര പ്രവൃത്തി അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പുറപ്പാട് 32-ാം അധ്യായം വായിച്ചാൽ ഇസ്രായേൽക്കാർ വിശ്വാസത്യാഗം ചെയ്തു. കാളക്കുട്ടി ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ ആരാധിച്ചു. ദൈവത്തിൻ്റെ ക്രോധം ജ്വലിക്കുന്നത് കാണാൻ പറ്റും. ഇനി അത് കണ്ടിട്ട് അവിടെ വരാവുന്ന വിനാശം കണ്ടിട്ട് മോശ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പോയിട്ട് നിങ്ങൾക്ക് വേണ്ടി പരിഹാര പ്രവൃത്തി ചെയ്യാം. അപ്പോൾ ദൈവത്തിൻ്റെ ക്രോധം ശമിച്ച് ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിച്ചേക്കും. അതിന് ഞാൻ പോയിട്ട് പരിഹാര പ്രവൃത്തി ചെയ്യാം. മോശയാണോ ഈ വിഗ്രഹാരാധന നടത്തിയത്? അല്ല. ഒരുപക്ഷെ നമ്മുടെ മക്കളായിരിക്കാം, മറ്റു കുടുംബാംഗങ്ങളായിരിക്കാം, ആരാണെന്ന് പറഞ്ഞാലും പരിഹാര പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സുരക്ഷിതരാകും. മാത്രമല്ല ആര് പാപം ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ ആ ഒരു കെടുതി, പാപത്തിൻ്റെ ഒരു ഫലമായിട്ട് വരുന്ന കാര്യങ്ങൾ
അതിനൊക്കെ മാറ്റം വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. നമുക്കറിയാലോ, ഈജിപ്തിലെ വിശുദ്ധ മറിയം, അവർ 12 വയസ്സ് വരെ നല്ല തങ്കപ്പെട്ട ജീവിതം നയിച്ച, അത് കഴിഞ്ഞിട്ട് പിന്നെ പാപസുഖത്തിൽ ആവേശത്തോടെ മുഴുകി. ഇത് കഴിഞ്ഞ് അവൾക്കൊരു തിരിച്ചറിവുണ്ടായി, ഈ പാപം അവളെ വേട്ടയാടുന്നു, ഈ പാപം മൂലം അവൾക്ക് പള്ളിക്കകത്തോടൊന്ന് കയറാൻ പോലും പറ്റുന്നില്ല, ഈ പാപം മൂലം അവൾക്ക് സമാധാനം നഷ്ടപ്പെടുന്നു, അവളുടെ ജീവിതം നഷ്ടമാകുന്നു. തിരിച്ചറിഞ്ഞ മറിയം അവൾ ചെയ്തൊരു കാര്യമുണ്ട്, ശേഷിച്ച എൻ്റെ ജീവിതം പരിഹാര പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയുള്ളതായിരിക്കും. അവൾ ഈജിപ്തിലെ മരുഭൂമിയിലേക്ക് പോയിട്ട് ശേഷിച്ച ജീവിതം വിവസ്ത്രയായിട്ട് മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു, മരുഭൂമിയിലൂടെ നടന്നു. അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നല്ല ചൂട് വരുമ്പോഴേ നമ്മൾ ഫാനിടാൻ നോക്കും, നമ്മൾ എവിടെയെങ്കിലും ഇച്ചിരി തണലുണ്ടെങ്കിൽ ആ തണലത്തേക്ക് മാറി നിൽക്കാൻ നോക്കും. അങ്ങനെയൊക്കെയുള്ള പ്രവണത നമുക്കുള്ളതാണ്, നമ്മൾ കാണിക്കാറുള്ളതാണ്. അപ്പോൾ എനിക്ക് ഒരു മരുഭൂമിയിൽ വിവസ്ത്രയായിട്ട് നടക്കാമെന്ന് പറഞ്ഞാൽ അവൾ പറഞ്ഞു ഞാനത് ചെയ്യും. കാരണം എൻ്റെ ശരീരത്തിൽ ഞാൻ അനുവദനീയമല്ലാത്ത പല സുഖങ്ങളും അനുഭവിച്ചതിനോടകം അതിന് പരിഹാരം ചെയ്യണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്യാൻ മുതിരുന്നത്. ഇപ്രകാരം നമ്മൾ നോമ്പ് കാലത്ത് നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ, മറ്റുള്ളവരുടെ പാപത്തിനും പരിഹാരം ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ നമ്മൾ സുരക്ഷിതരാകും. അതായത് എസെക്കിയേൽ 9:4 പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് നടമാടുന്ന മ്ലേച്ഛതകൾ കണ്ടിട്ട് നീ കണ്ണീരോടെ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി മാറുന്നുണ്ടെങ്കിൽ നീ സുരക്ഷിതനായിരിക്കും, സുരക്ഷിതയായിരിക്കും. ഇല്ലെങ്കിൽ ആ സുരക്ഷിതത്വം നിനക്കോ നിൻ്റെ കുടുംബത്തിനോ ഉണ്ടാകണമെന്നില്ല. ഈ ഒരു കാഴ്ചപ്പാടിൽ ഇനിയുള്ള കാലം ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും ദൈവവുമായിട്ട് സഹോദരങ്ങളുമായിട്ടും രമ്യതയിലെത്തി ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.